സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 250 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി? 2018 നവംബർ 12 2018 നവംബർ മാസം 12-ാം തീയതിയാണ് ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ സംസ്ഥാന ശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമമാണ് പാപ്പിലിയോ ബുദ്ധ. പാപ്പിലിയോ ബുദ്ധ എന്നതാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം. ആവർത്തന പട്ടികയിലെ 101-ാമത്തെ മൂലകം മെൻഡലേവിയം. ആവർത്തന പട്ടികയിലെ 101-ാമത്തെ മൂലകമാണ് മെൻഡലേവിയം. ആടുജീവിതം എന്ന നോവലിന്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം? സൗദി അറേബ്യയാണ്. ആടുജീവിതം എന്ന നോവലിന്റെ പശ്ചാത്തലമായ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. കേശവദേവിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? ഓടയിൽ നിന്ന്. കേശവദേവിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? ഓടയിൽ നിന്ന്. അടുത്ത ചോദ്യം: ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു? വലിപ്പം കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു? കുറയുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ കമ്പനി ഏഷ്യാനെറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ കമ്പനി ഏതാണ്? ഏഷ്യാനെറ്റ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം? 1917 ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. എത്ര നാഴികയാണ് ഒരു യാമം? ഒരു യാമം എന്നത് 7.5 നാഴികയാണ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി? മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് LK അദ്വാനിയാണ്. മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? LK അദ്വാനി. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ കുമുലസ് മേഘങ്ങളാണ്. കുമുലസ് മേഘങ്ങളാണ് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. തൃശ്ശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്? പമ്മൻ R പരമേശ്വര മേനോനാണ്. R പരമേശ്വര മേനോനാണ് പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. വില്യം ബെന്റിക് പ്രഭു
ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം കൂർഗാണ്. വില്യം ബെൻറിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഏക പ്രദേശം ഏതാണ്? കൂർഗ്. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി? KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നതാര്? സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണർ. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? സേഠ് അബ്ദുള്ള. സേഠ് അബ്ദുള്ളയുടെ കേസ് വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത് നാഗൂരാണ്. രാജസ്ഥാനില് നാഗൂരാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? കിനാലൂരാണ്. കോഴിക്കോട് ജില്ലയിൽ കിനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. ഉക്കായ് പദ്ധതി ഏത് നദിയിലാണ്? ഉക്കായ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. താപ്തി നദി. പദ്ധതിയുടെ പേര് ഉക്കായ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനിയാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് ഏത് രാജ്യമാണ്? ജർമ്മനി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? അൽബുക്കർക്ക്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആണ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരിയാണ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് കർണം മല്ലേശ്വരി. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? മഞ്ചേശ്വരം തന്നെയാണ്. മഞ്ചേശ്വരം. ജയക് വാടി പദ്ധതി ഏത് നദിയിലാണ്? ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ജയക് വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഗോദാവരി. ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 ലിറ്റർ ആണ്. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 5 ലിറ്റർ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോയാണ്. ഗലീലിയോ ആണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഉറക്കത്തിൻ്റെ ചതുപ്പ് അല്ലെങ്കിൽ മാഷോ സ്ലീപ്പ് എവിടെയാണ്? ചന്ദ്രനിലാണ്. ചന്ദ്രൻ. ഉറക്കത്തിൻ്റെ ചതുപ്പ് അല്ലെങ്കിൽ മാഷോ സ്ലീപ്പ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ്. ആരാണ് ഈ മുദ്രാവാക്യം തന്നത്, ആഹ്വാനം ചെയ്തത്? ഗാന്ധിജിയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? എ.ഒ. ഹ്യൂം. റാണി ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ഏത് വർഷത്തിലാണ്? AD 1817 ആരാണ്? റാണി ഗൗരി പാർവതിബായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത്. വർഷം AD 1817. സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സത്യമേവ ജയതേ എന്നത്. ബ്രിട്ടീഷ് രേഖകളിൽ കോട്ട്യോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി ആരാണ്? പഴശ്ശിരാജ. നർമ്മദ, താപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിരയാണ് സത്പുര. സത്പുര പർവ്വതനിര വരുന്നത് നർമ്മദ, താപ്തി നദികൾക്കിടയിലാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? നഗോഡകൾ ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു ആര്? നഗോഡകൾ. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാറശാല. കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ പേരാണ് കായംകുളം താപവൈദ്യുത നിലയത്തിന് നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ്? 87 കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്ര? 87. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഡീസലാണ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. അത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കുതിരാൻ തുരങ്കപാതയുടെ വീതി എത്ര? കുതിരാൻ തുരങ്കപാതയുടെ വീതി എത്രയാണ്? 14 മീറ്ററാണ്. 14 മീറ്ററാണ് കുതിരാൻ തുരങ്കപാതയുടെ വീതി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദി. ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെനിസിലിനാണ്. പെനിസിലിനാണ് ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. പെനിസിലിൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തുപുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കുളത്തുപുഴ. ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അമിനോ ആസിഡുകളാണ്. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അമിനോ ആസിഡുകൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. ഹോമി ജെ ഭാഭ. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യം
ബ്രിട്ടൻ. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് സഹായം നൽകിയത് ഏത് രാജ്യമാണ്? ബ്രിട്ടനാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തി ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തി ഹിന്ദുക്കുഷ് പർവ്വതനിര. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയതാരാണ്? ബെന്യാമിനാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ ആരുടെ നോവലാണ്? ബെന്യാമിൻ്റെ നോവലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കോട്ടയമാണ്. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസമാണ്. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 120 ദിവസം. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ ആണ്. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവാണ്. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ആരാണ്? കേശവദേവ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ എന്നാണ്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിന്റെ പേരാണ് ഫ്ലയർ. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുര. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ത്രിപുര. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആരാണ്? സെക്രട്ടറിയാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ് സെക്രട്ടറി. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ്. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു ഫോസ്റ്റിൻ. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്റ്റിൻ. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ കോൺഗ്രസിലെ വിഭാഗം മിതവാദികളാണ്. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗമാണ് മിതവാദികൾ. ലോക മഴക്കാട് ദിനം ജൂൺ 22 ലോക മഴക്കാട് ദിനം ജൂൺ 22. അന്താരാഷ്ട്ര വിധവാ ദിനം ജൂൺ 23. അന്താരാഷ്ട്ര വിധവാ ദിനം ജൂൺ 23. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികളാണ് സീലിയറി പേശികൾ. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ സീലിയറി പേശികൾ. ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശിയായ ഓർബിക്യുലാരിസ് ഒക്കുലി.
ശരീരത്തിലെ ഏറ്റവും വേഗം കൂടിയ പേശി ഏതാണ്? ഓർബിക്കുലാരിസ് ഒക്കുലിയാണ്. ഓർബിക്കുലാരിസ് ഒക്കുലി കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണിലാണ്. കണ്ണ്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിന്റെ ഭാഗം അക്ഷാസ്ഥിക്കൂടം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥിക്കൂടത്തിന്റെ ഭാഗമാണ് അക്ഷാസ്ഥിക്കൂടം. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി വിജാഗിരി സന്ധിയാണ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രാജ് റെഡ്ഡി. ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജ് റെഡ്ഡി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ഏതാണ്? ജൂൺ 23. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് 1894 ജൂൺ 23 1894 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ല. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ MGK മേനോനാണ്. MGK മേനോൻ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. പാസേജസ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ആരുടേതാണ്? ചാൾസ് ബാബേജ്. പാസേജസ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ആരുടേതാണ്? ചാൾസ് ബാബേജ്. കെരാറ്റോപ്ലാസി ശരീരത്തിന്റെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കെരാറ്റോപ്ലാസി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസി, കണ്ണ്. സിംഗരേണി കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ്. സിംഗരേണി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാന. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ മലയാള സിനിമ ഏതാണ്? സോം എന്ന സിനിമയാണ്. സോം സംവിധാനം ചെയ്തത് ഷാജി N കരുണാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ ഏതെന്ന് ചോദിച്ചാൽ സോം, സംവിധാനം ഷാജി N കരുൺ. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി അബ്ദുൾ ഗാഫർ ഖാനാണ്. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തിയാണ് അബ്ദുൾ ഗാഫർ ഖാൻ. ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം 2 ഉപാധികൾക്ക് വിധേയമായിട്ട് പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് 2. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് 3. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 3-ാം അനുച്ഛേദം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1927. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത് 1927. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത NH 744 NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം.
സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും വച്ചു പിടിപ്പിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് ഹരിത തീരം. സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും വച്ചു പിടിപ്പിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി ഹരിത തീരം. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? സൂറത്തിൽ നിന്ന് മുംബൈയിലേക്കാണ് മാറ്റിയത്. 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? മുംബൈ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 18-നാണ്. 1947 ജൂലൈ 18-നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത്. ദി കൊളീഷൻ ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ്. ദി കൊളീഷൻ ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി. പാറ തുറക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ് സ്റ്റീൽ. മാംഗനീസ് സ്റ്റീൽ. അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി ഏതാണ്? അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്നത് തിരുക്കുറലാണ്. അഞ്ചാം വേദം എന്ന് കണക്കാക്കുന്ന തമിഴ് കൃതി ഏതാണ്? തിരുക്കുറൾ. പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഏത് പുഴയുടെ തീരത്തായിരുന്നു? ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാബായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാണ് ദാദാബായ് നവറോജി. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു യൂജിനോൾ. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തുവാണ് യൂജിനോൾ. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ലെൻസുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? സിഡറോസിസ് ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ്? ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചെരിവാണ്. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചെരിവാണ് എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി കബനി നദി. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദിയാണ് കബനി നദി. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം രാഹുൽ ദ്രാവിഡ് ആണ്. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരമാരാണ്? രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം ഏതാണ്? കൊൽക്കത്ത. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്രയാണ്. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്രയാണ് വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ്. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി അനീലിംഗ്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്?
പ്ലാസ്മാവസ്ഥയിലാണ്. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥ. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിൻ്റെ അവശിഷ്ടങ്ങൾ ഏത് ജില്ലയിലാണുള്ളത്? തൃശ്ശൂർ ജില്ലയിലാണ്. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജാവാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില 4.2 കെൽവിനാണ്. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനിലയാണ് 4.2 കെൽവിൻ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ചലിക്കുന്ന ശില്പമാണ് ഒഡീസി. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ട. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജമാണ്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം ഏതാണ്? സൗരോർജം. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബാ ഭാവെയാണ്. വിനോബാ ഭാവെ. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം 1901. നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത മാഡം ക്യൂറി. മലയാളത്തിൽ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരിയിൽ നിന്നുമാണ്. മലയാളത്തിൽ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരി. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? ഉപ്പളക്കായലാണ്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായൽ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിൻ. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും പഠിച്ചു വയ്ക്കണം, പ്രധാനപ്പെട്ടതാണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരും. അടുത്തത് പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് പോസ്റ്റ് ഓഫീസ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. പുസ്തകത്തിൻ്റെ പേര് പോസ്റ്റ് ഓഫീസ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ജാർഖണ്ഡ് ബീഹാർ വിഭജിച്ചിട്ടാണ് രൂപവൽക്കരിച്ചത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ചുവന്ന നദി ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി. കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. സമാന്തര സിനിമയുടെ പിതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രഭാതം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ EMS. പത്രത്തിൻ്റെ പേര് പ്രഭാതം. വെള്ളാരങ്കല്ല് രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ്. വെള്ളാരങ്കല്ല് രാസപരമായിട്ട് അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ഏതാണ്? ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി. വൈദ്യുതി സമരകാലത്തെ കൊച്ചി ദിവാൻ ആരായിരുന്നു? RK ഷൺമുഖം ചെട്ടി. വൈദ്യുതി സമരം നടന്ന സമയത്ത് കൊച്ചി ദിവാനായിരുന്നത് RK ഷൺമുഖം ചെട്ടി. ക്രയോലൈറ്റ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം വെളുപ്പാണ്. വെളുപ്പ്. ക്രയോലൈറ്റ്. തീപ്പെട്ടിക്കൂടിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം ആൻറ്റിമണി സൾഫൈഡ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയ വർഷം 1929. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് ഏത് വർഷമാണ്? 1929. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദനമര മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് മൈസൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദനമര മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് മൈസൂർ. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് 1968. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച വർഷം 1968. ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഏത് മന്ത്രിയുടെ കാലത്താണ്? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 1986 ഇന്ത്യയിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്.
ലോക കാവ്യ ദിനം. ലോക കാവ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. മാർച്ച് 21. നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് നേടിയത് അജയനാണ്. അജയൻ. ഡച്ചുകാരനായ കാൻഡോവിഷ്യയുടെ എഴുത്തുകളെ അവലംബിച്ച് കേരള ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത്. കേരള ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് പത്മനാഭ മേനോനാണ്. പത്മനാഭ മേനോൻ. ഡച്ചുകാരനായ കാൻഡോവിഷ്യറുടെ എഴുത്തുകൾ അവലംബിച്ച് കേരള ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചത് പത്മനാഭ മേനോൻ. ഫൂലൻ ദേവിയെക്കുറിച്ച് ബണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് മാല സെൻ ആണ്. ബണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം ആരെക്കുറിച്ചുള്ളതാണ്? ഫൂലൻ ദേവിയെക്കുറിച്ചുള്ളതാണ്. തയ്യാറാക്കിയത് മാല സെൻ. ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗ അതിർത്തിയാണ്. ഏഷ്യയുടെ ബെർലിൻ മതിൽ വാഗ അതിർത്തി. മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം മഞ്ഞ. കാഡ്മിയം സൾഫൈഡ്. എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെൽ ഏതാണ്? എസ് സബ്ഷെല്ലാണ് എല്ലാ ഷെല്ലിലുമുള്ള സബ്ഷെൽ. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് ആണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതാണ്? സിങ്ക്. പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കലയാണ് ഘാട്ക. പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കല ഘാട്ക. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ന്യൂറൽ കനാൽ. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ. ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് FC കോഹ്ലി. ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് FC കോഹ്ലി. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഇടനാടാണ്. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണ്? ഇടനാട്. പോളിത്തീനിൻ്റെ മോണോമർ ഈഥീൻ ആണ്. പോളിത്തീനിൻ്റെ മോണോമർ ഏതാണ്? ഈഥീൻ. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവകം വിറ്റാമിൻ B12 ആണ്. വിറ്റാമിൻ B12. ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു പൊട്ടാസ്യം സയനൈഡ്. ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തല കുനിക്കാതെ അല്ലെങ്കിൽ അൺബോർഡ് എന്നത്? വാങ്കാരി മാതായിയുടേതാണ്. വാങ്കാരി മാതായി. രാമായണ കഥ ആലേഖനം ചെയ്ത 45ഓളം ചുമർ ചിത്രങ്ങളാൽ പ്രസിദ്ധമായ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരമാണ്. രാമായണ കഥ ആലേഖനം ചെയ്ത 45ഓളം ചുമർ ചിത്രങ്ങളാൽ പ്രസിദ്ധമായ കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരം. ശാസ്ത്രത്തിൽ തന്മാത്ര എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോയാണ്. തന്മാത്ര, അവഗാഡ്രോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ ഭരണ വിഷയങ്ങളെ കരുതൽ എന്നും കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും രണ്ടായി തിരിച്ച ഭരണപരിഷ്കാരം മൊണ്ടേഗോ ചെംസ്ഫോർഡ് ആണ്. കരുതൽ എന്നും കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നും രണ്ടായി തിരിച്ച ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജൻ. അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്രാൻസിയം. ദേശീയ ചെറുകിട വ്യവസായ ദിനം ഓഗസ്റ്റ് 30 ആണ്. ഓഗസ്റ്റ് 30 ദേശീയ ചെറുകിട വ്യവസായ ദിനമായിട്ട് ആചരിക്കുന്നത്. ആഗോള താപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവിയാണ് സ്വർണ്ണത്തവള. ആഗോള താപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി സ്വർണ്ണത്തവള. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാനാസാഹേബ് ആണ്. നാനാസാഹേബ്. മുണ്ടൻതുറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. മുണ്ടൻതുറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കണ്ടകൈ പുല്ലുപറി സമരത്തിൻ്റെ നായിക PK കുഞ്ഞാക്കമ്മയാണ്. കണ്ടകൈ പുല്ലുപറി സമരത്തിൻ്റെ നായിക PK കുഞ്ഞാക്കമ്മ. പട്ടണം എന്ന കേരളത്തിലെ ഉദ്ഖനന പ്രദേശം ഏത് നദീതീരത്താണ്? പെരിയാർ നദീതീരത്താണ്. പെരിയാർ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരത.
ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. മല്ലിശ്ശേരി മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥൻ. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം രാജ്ഹാര കുന്നുകളാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം രാജ്ഹാര കുന്നുകൾ. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമായ ഡിസംബർ 3 ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക പരുത്തി ദിനം ഒക്ടോബർ 7. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡമാണ് പാൻജിയ. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തപ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം പാൻജിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ്. കൊങ്ങൻ പട ഉത്സവം എന്നറിയപ്പെടുന്ന കലാരൂപം പടയണിയാണ്. പടയണി. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവമാണ്. എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് എപ്പോഴാണ്? ജനിച്ച ഉടൻ തന്നെയാണ് BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത്. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പൂനം കൃഷി. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ് പടർന്നു പിടിച്ചത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ള. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? 9 രാജ്യങ്ങളിലായിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? ഗംഗാവതി കർണാടകയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ്? കോട്ടുകോണം മാവിൻ്റെ ഇനമാണ് കോട്ടുകോണം. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം? G8 1985. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകതയാണ് ടിംബർ. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ടൈപ്പ് 1 പ്രമേഹമാണ്. മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹം ടൈപ്പ് 2 പ്രമേഹം. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഇരുമ്പ്. ഉൽപ്രേരകമാണ് ഇരുമ്പ്. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധി. അനസ്തറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ്. ആരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്? ഡോക്ടർ പൽപുവിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷൻ
മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണം സ്ട്രോബോസ്കോപ്പ്. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 46. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ 2ാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ്. ത്രിപുര. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. ബൊറാക്സ് എന്തിൻ്റെ അയരാണ്? സോഡിയത്തിൻ്റെ അയരാണ് ബൊറാക്സ്. ലിങ്ക ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ലിങ്ക ട്രോഫി ചെസ്. ഇടുപ്പല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഗോളര സന്ധിയാണ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട മാംസ്യങ്ങളാണ് ആക്റ്റിൻ, മയോസിൻ. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെച്ചിരിക്കുന്നത് മയോഗ്ലോബിനാണ്. മയോഗ്ലോബിൻ. ഡാർവിസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ്? ചെവിയിലാണ്. ഡാർവിൻസ് ട്യൂബർക്കിൾ. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റേതാണ്. കുഞ്ഞുണ്ണി മാഷ്. കഥകളിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം കേരള നടനം. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി 1 പൈസ നിക്ഷേപം. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19. കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. അവസാനത്തെ ചോദ്യം, സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായിയിലാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.